നമുക്ക് തുടങ്ങാം അല്ലേ? എല്ലാവരും ഞാൻ എല്ലാവരും വരട്ടെ എന്ന് എഴുതിയിട്ടാണ് ഒരു 5-10 മിനിറ്റ് ലേറ്റ് ആക്കുന്നത്. അപ്പൊ എല്ലാവരും ഞാൻ ലേറ്റ് ആക്കുന്ന അനുസരിച്ച് എല്ലാവരും വീണ്ടും അങ്ങോട്ട് ലേറ്റ് ആക്കുകയാണ്. അപ്പോൾ ഇന്ന് മണിയെ പറ്റിയാണ് നമ്മുടെ സംസാരം. മണി, മൈൻഡ് സെറ്റ് ഓഫ് മണി അല്ലേ? പക്ഷെ മണിയുടെ കാര്യം വരുമ്പോഴും ആൾക്കാർ കുറവാണല്ലോ. പണത്തിന്റെ മനഃശാസ്ത്രത്തിലേക്കും ആൾക്കാർക്ക് താല്പര്യമില്ല, പണത്തിന് താല്പര്യമില്ലേ? ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് ഞങ്ങളുടെ ഒരു ഫേമസ് ആയ നമ്മുടെ ഒരു അടുത്ത ഫ്രണ്ട് ഒരു നല്ല അഭിപ്രായം ഗ്രൂപ്പിൽ പറഞ്ഞു. നിങ്ങളാരും കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. പുള്ളി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ഒരാൾ വീഡിയോ കണ്ടിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും ആസിറ്റീസ് പുള്ളി അതിനകത്ത് പറഞ്ഞു. നമ്മളിവിടെ എല്ലാവർക്കും ഏകമായി ഉണ്ടായ അഭിപ്രായം തന്നെയാണ് പുള്ളി അവിടെയും പ്രകടിപ്പിച്ചത്. അപ്പൊ അതാ ഒരു ഔട്ട്കം നമ്മൾ കാണേണ്ടതാണ്. താങ്ക് യു ഫോർ ദറ്റ് ഗ്രേറ്റ് കമന്റ്. ഇതുപോലെ തന്നെ നിങ്ങളും നമ്മുടെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ കമന്റ് പറയാൻ മടിക്കരുത്. പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ കമന്റ് ചെയ്യാൻ മടിക്കരുത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, മറ്റൊന്ന് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം, നമുക്ക് മനസ്സിനകത്തുള്ള കാര്യം പുറത്തോട്ട് എടുക്കാനാണ് നമുക്ക് എല്ലാവർക്കും വിഷയമാണ്. ഇന്ന് പറയുന്ന സബ്ജക്റ്റും അത് തന്നെയാണ്. നമ്മൾ മനസ്സിനകത്തുണ്ട്, പക്ഷെ അത് പുറത്തോട്ട് എടുത്താൽ മാത്രമേ ഹാപ്പൻ ആവുള്ളൂ, അത് സംഭവിക്കുള്ളൂ. അപ്പൊ അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ പുറത്തോട്ട് എടുക്കണം. അത് എടുക്കാതെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവില്ല അത് ഉണ്ടെന്ന്, മറ്റുള്ളവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പോഴുള്ള ഫീലിങ്സ്, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയത് എന്ന് പറയാത്തിടത്തോളം കാലം നിങ്ങൾക്കത് ക്ലിയർ ആവില്ല. അത് നമ്മുടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കുട്ടികളൊക്കെ എന്തിനാണ് ഈ പറഞ്ഞു പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും, അതനുസരിച്ച് അവരോട് പറയും, അത് ഏറ്റു പറയാൻ വേണ്ടി പറയും. ഏറ്റു പറയുമ്പോൾ മാത്രമാണ് അത് നമ്മൾ ഹൃദയസ്ഥമാക്കാൻ സാധിക്കുക. ഈ മന്ത്രങ്ങളൊക്കെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണല്ലോ. പ്രാർത്ഥനയെ പറ്റി നേരത്തെ സാറ് പറഞ്ഞ വ്യത്യാസമാണ്. ആ സാറിനെ നിങ്ങളൊന്ന് പരിചയപ്പെടേണ്ടതാണ്. പുള്ളിയുടെ ഒരു ഏജൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ് കേട്ടോ. ആ ചുറുചുറുക്കോടെ വന്നിരിക്കുന്ന ആളുടെ വയസ്സ് 78ആണ്. 78 വയസ്സിലാണ് വന്നിട്ട് പുതിയ ക്ലാസ് പഠിക്കാൻ നിൽക്കുന്നത്. അപ്പൊ ആ മനുഷ്യന്റെ എനർജി എങ്ങനെ ഇരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ പ്രാർത്ഥനയുടെ കാര്യം, നിങ്ങൾ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ടാവില്ലേ ഇവിടെയൊക്കെ? നാമം ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ ബൈബിൾ വായിച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല. അതുപോലെ അത് അതിന് പുറത്തോട്ട് ഉരുവിടുമ്പോഴാണ് ആ സാധനം നമ്മളിൽ ഹൃദിസ്ഥമാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ്സിൽ എന്ത് മനസ്സിലായി എന്ന് നിങ്ങൾ ഒരു കൺക്ലൂഷൻ നിങ്ങൾ ഉണ്ടാക്കണം എപ്പോഴും. അത് നിങ്ങൾ എഴുതി ഉണ്ടാക്കാം, വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ സമയം കിട്ടും വീഡിയോ കണ്ടിട്ട് അതിൽ കമന്റ് ചെയ്യാം. അത് മറക്കരുത്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്കിപ്പോൾ വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്താലും കമന്റ് ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇവിടെ അഭിപ്രായം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രോസസ്സുമായി മുന്നോട്ട് പോകും. അത് എനിക്ക് സെൽഫായിട്ട് ഞാൻ ഇവിടെ എന്തൊക്കെ സംസാരിക്കുന്നത് എന്നെ തന്നെ പാകപ്പെടുത്തുന്നതുകൊണ്ട് ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ കൂടുതൽ ക്ലിയർ ആയി കിട്ടാൻ നിങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുക എന്നുള്ള ഒരു പ്രോസസ്സ് നിങ്ങൾ മറക്കാതിരിക്കുക. അതുകൊണ്ടാണ് എല്ലാ ദിവസവും എൻഡ് ഓഫ് ദി സെഷൻ ഞാൻ ഇങ്ങനൊരു സംഭവം വെക്കുന്നത്, നിങ്ങൾക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ കമന്റ് ചെയ്യാൻ മടി കാണിക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി, നിങ്ങളുടെ സംശയവും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വെൽക്കം ബാക്ക് ടു സെഷൻ. നമുക്ക് മനസ്സിലാക്കാം അല്ലേ, പണത്തിന്റെ മനഃശാസ്ത്രം, സൈക്കോളജി ഓഫ് മണി. ആർക്ക് ഇതുമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ പറയാനുണ്ടെങ്കിൽ 1 മിനിറ്റ് സമയം തരാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം. നിങ്ങൾ സൈലൻസ് ആയി ഇരിക്കരുത്. എന്തെങ്കിലും നിങ്ങൾ പറയുന്നത് അബദ്ധമാണോ മറ്റോ ഒന്നുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ട. അതൊക്കെ പിന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. എന്തെങ്കിലും നമ്മുടെ വോയിസ് എടുക്കുക പുറത്തോട്ട്. ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നില്ല. ആരാണ് ഈ പ്രതിഭാധനൻ എന്ന് പറയുന്നത്? ഒരു പ്രതിഭാധനനായ ഒരാൾ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആൾക്കാരെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും? നെപ്പോളിയൻ പറഞ്ഞൊരു വാക്കുണ്ട്, ചുറ്റുമുള്ളവരെല്ലാം മനസാന്നിധ്യം നഷ്ടപ്പെട്ട പോലെ പെരുമാറുമ്പോഴും സാമാന്യ ബുദ്ധിയോടെ പെരുമാറുന്ന ആളാണ് പ്രതിഭാധനൻ എന്ന്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പ്രതിഭാധനനാണോ അല്ലയോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. കാരണം പണത്തിന്റെ കാര്യത്തിൽ മാത്രം എടുത്താൽ നമ്മൾ ചെയ്യുന്നതെല്ലാം സാമാന്യ ബുദ്ധിയോടെ ആണോ അല്ല മറ്റുള്ളവരുടെ മനസാന്നിധ്യം അനുസരിച്ചാണോ എന്നൊന്ന് വിശകലനം ചെയ്യാനാണ് ഈ കാര്യം പറഞ്ഞത്. അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ
പണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ച അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, പണത്തിനെ പറ്റി നമുക്ക് എന്തറിയാം എന്നുള്ള നമ്മുടെ കോൺസെപ്റ്റുകൾ, ഇത് യഥാർത്ഥത്തിൽ നമ്മുടേതാണോ അല്ല മറ്റുള്ളവരെ കണ്ട് നമ്മൾ പഠിച്ചതാണോ? നോക്കൂ, ഉദാഹരണം പറയാം. നമ്മൾ സേവിങ്സ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്, നമുക്ക് സേവിങ്സിന് ആഗ്രഹമുണ്ട്. പക്ഷെ വീട്ടിലെ സാഹചര്യം അതിന് സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ബാങ്ക് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡെപ്പോസിറ്റോ ഒക്കെ പറയുമ്പോൾ പലതരത്തിലുള്ള വിരുദ്ധമായ അഭിപ്രായം വരികയും നമ്മൾ അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അനുഭവം എത്ര പേർക്കുണ്ടായിട്ടുണ്ട്? ഇതിവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കൂടുതൽ ലേഡീസ് ആണ് എന്നെ കേൾക്കുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിനകത്ത് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം പണത്തെ പറ്റിയുള്ള മനഃശാസ്ത്രം കൂടുതൽ ശ്രദ്ധിക്കാത്ത ആൾക്കാരാണ് സ്ത്രീജനങ്ങൾ. വളരെ നോർമലി ആൾക്കാർ ശ്രദ്ധിക്കില്ല, ആണുങ്ങൾക്ക് അത് കുറച്ചും കൂടി കൂടുതലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്ത്രീകൾ ആകെ ആലോചിക്കുന്നത് അപ്പോഴത്തെ ലൈഫിനെ പറ്റിയും ഇപ്പോഴെങ്ങനെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പോകുന്നു എന്നും ഒക്കെയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ മാറേണ്ടത് നമ്മുടെ ചിന്താഗതിയിലുള്ള വിഷയങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ യഥാർത്ഥമായ ഇത്. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അല്ല നമ്മൾ ചെയ്യേണ്ടത്. സൈക്കോളജി ഓഫ് മണിയുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്: നിങ്ങൾ മണി കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നതിനല്ല പ്രശസ്തി, മണിയെപ്പറ്റി നിങ്ങൾ എന്ത് പഠിച്ചു എന്നതിനല്ല പ്രശസ്തി, അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ മെന്റാലിറ്റി എന്താണ് എന്നതാണ് പ്രശസ്തി. എങ്ങനെയാണ് മണി സേവ് ചെയ്യുക, മണി മൾട്ടിപ്ലൈ ചെയ്യുക, കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എടുക്കുക, ഇതൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്, നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ആ മണിയുമായിട്ടുള്ള നിങ്ങളുടെ ഒരു മെന്റാലിറ്റി, ഒരു അലൈൻമെന്റ്, ഇത് മറ്റൊരാൾക്കും പഠിപ്പിച്ചു തരാൻ സാധിക്കുന്ന വിഷയവുമല്ല. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്: ദ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ മണിയുമായിട്ടുള്ള സൈക്കോളജി നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് എൻ്റെ മണി സൈക്കോളജി ആയിരിക്കാം, മറ്റൊരാൾ പറയുന്ന അവരുടെ മണി സൈക്കോളജി ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മണി സൈക്കോളജി ഉണ്ടാവണം. അത് എങ്ങനെ നിങ്ങൾ മണിയെ കാണുന്നു, അതിന് എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു, അതിന് ഏത് രീതിയിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു, ഏത് രീതിയിൽ അതിനെ നിങ്ങൾ സ്നേഹിക്കുന്നു, അവിടെ മാത്രമേ അത് പുഷ്പിക്കുകയുള്ളൂ. ഇതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. മറ്റാര് പറഞ്ഞു തന്നിട്ടും, ഞാൻ കുറേ ടെക്നിക്കുകളോട് പറഞ്ഞു തന്നിട്ടും, കുറേ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ വന്നിട്ട് കുറേ മെത്തേഡുകൾ പറയും. എങ്ങനെയാണ് മണി മൾട്ടിപ്ലിക്കേഷൻ, എങ്ങനെയാണ് മണി അങ്ങനെയായത്, കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ഇങ്ങനെയാണ്, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ ഇങ്ങനെ കിട്ടും, നിങ്ങൾക്ക് ഗ്രോത്ത് കിട്ടും. ഇതൊക്കെ ടെക്നിക്കലി കറക്റ്റാണ്, കാൽക്കുലേഷൻ വൈസ് കറക്റ്റാണ്. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കിപ്പോൾ 1 കോടി രൂപ കിട്ടിയാൽ എന്ത് ചെയ്യും? ഈ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം പറയും, ബാങ്കിൽ വെക്കും എന്നൊക്കെ പറയാൻ വയ്ക്കും, അതൊക്കെ ഉത്തരം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ ഇമോഷൻ എന്താണ്? ആ ഇമോഷൻ ഈസ് ദ മാറ്റർ. അവിടെയാണ് മണിയുടെ സൈക്കോളജി നമ്മൾ തുടങ്ങുന്നത്. എങ്ങനെ ലോകത്ത് സംഭവിച്ച 0.000000001% മാത്രമാണ് പണത്തെക്കുറിച്ചുള്ള നമ്മളുടെ അനുഭവം എന്ന് പറയുന്നത്. പക്ഷേ ലോകം എങ്ങനെ ചരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള 80% കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയായിരിക്കാം. രണ്ടും പറഞ്ഞൊന്ന് മനസ്സിലാക്കി. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, പണത്തിന്റെ മനഃശാസ്ത്രം എന്ന പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്. നിങ്ങൾ ആരും വായിച്ചിട്ടുണ്ടോ ഈ പുസ്തകം? മോർഗൻ ഹോസലിന്റെ പണത്തിന്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൽ പണത്തിന് ഉപയോഗിക്കുന്ന രീതിയെപ്പറ്റി വളരെ കൃത്യമായി പുള്ളി പറയുന്നു. അത് നമ്മൾ ഇന്നു മുതൽ നമ്മുടെ വായനാ ഗ്രൂപ്പിൽ അത് വായിച്ച് ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. ആ പുസ്തകം ശരിക്കും നിങ്ങൾ വായിക്കേണ്ടതാണ്. ഇന്ന് ഞാനൊരു വീഡിയോ കൂടി ചെയ്തിരുന്നു, നിങ്ങളെല്ലാം ഗ്രൂപ്പിൽ കണ്ടിരുന്നു. അത് ഒരു ചെറിയൊരു വീഡിയോ കൂടി ഞാൻ അതിനെ പറ്റി ചെയ്തിരുന്നു, ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ലോകത്തെപ്പറ്റി വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാവാം. ആ കാഴ്ചപ്പാടും പണവുമായ കാഴ്ചപ്പാടും തമ്മിൽ വളരെ അജഗതാന്തരം വ്യത്യാസമുണ്ടെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം, നമുക്ക് പണത്തെ പറ്റി 1.11% പോലും അറിയുന്നില്ല. പക്ഷെ നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താനും.
അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല, മനസ്സിലാക്കിയില്ല എന്നതാണ് നമ്മളുടെ ഏകമായ വിഷയമെന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വിഷയമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പണം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. നേരത്തെ പറഞ്ഞു, സഹോദരി പറഞ്ഞ പോലെ സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല. തെറ്റാണ് മാം. സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള പോയിന്റ് വളരെ ഫണ്ടമെന്റലി തെറ്റായ കാര്യമാണ്. കാരണം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമോ? ഇല്ല എന്ന് എല്ലാവരും ഉത്തരം പറയും അല്ലേ? ആരും പറയാ ഒരു കുഴപ്പമില്ല. ബസ് ഇതോടെ ഞാൻ 5 നേരം വേണം ഭക്ഷണം കഴിക്കാതിരിക്കാം സാറേ, കുഴപ്പമില്ല എന്ന് പറയും. അൺമ്യൂട്ട് ചെയ്യണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അത് വിഷയമല്ല. പക്ഷേ സേവ് ചെയ്യുന്ന കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ പറയും അത് പിന്നെ ആവാം, പറ്റുന്നില്ല, ഇത് നടക്കുന്നില്ല. ഇങ്ങനെയാണ് നമ്മളെ മെന്റാലിറ്റി എങ്കിൽ പിന്നെ നടക്കുമോ? ഈ മണിയുടെ ഫാക്ടർ വരുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു സിസ്റ്റം പറയും. നമ്മുടെ സാലറി, നമ്മുടെ ഇൻകത്തിൻ്റെ ഇത്ര % സേവിങ്സ്, ഇത്ര % എക്സ്പെൻസ്, ഇത്ര % ചാരിറ്റി എന്നൊക്കെ കണക്ക് പറയും. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതൊക്കെ കാൽക്കുലേഷനാണ്. നിങ്ങളിൽ ഇപ്പോൾ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരിലോട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് അടുത്ത മാസത്തെ ഇൻകം എത്രയാണ് എന്നൊന്ന് എഴുതാൻ പറ്റുമോ? ഒന്ന് ചാറ്റിൽ എഴുതാം, പേഴ്സണൽ ചാറ്റ് അയച്ചാലും മതി എനിക്ക്. നിങ്ങൾ അടുത്ത മാസത്തെ ഇൻകം എത്രയാണ്? ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ, ഒരു 5 മിനിറ്റ്. ആ ഉത്തരം കിട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകൂ. നിങ്ങൾ കൃത്യമായി പറയണ്ട, നിങ്ങൾ ഇൻകം എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞേ പറ്റും. അപ്പോഴാണ് നമ്മൾ ആ മെന്റാലിറ്റി എടുക്കാൻ പറ്റുക. അടുത്ത മാസത്തെ നിങ്ങൾ ഇൻകം എത്രയാണ്? മണി, there is a money matters coming. ഇവിടെയാണ് മലയാളിയുടെ ഏറ്റവും വലിയ പരാജയം. മലയാളിക്ക് മാത്രമുള്ള പരാജയമാണ്. മലയാളി ഭയങ്കര പ്രബുദ്ധരാണ് കേട്ടോ, ലോകത്തിലെല്ലാവരെക്കാളും വലിയ പ്രബുദ്ധരാണ്. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ ഇതൊന്നുമില്ല. സ്വന്തം കാര്യം വരുമ്പോൾ അവനൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു UP-യിലുള്ള ഒരാൾക്ക് സെഷൻ എടുക്കാൻ വേണ്ടി പോയി. ഞാൻ മലയാളിയാന്ന് പറഞ്ഞിട്ട് വന്നതല്ല, പേര് കണ്ടു, അയാൾ അപ്ലൈ ചെയ്തു വന്നു. അയാൾ വന്നു, ഈ എൻ്റെ പുസ്തകവും ഇത് കണ്ടപ്പോൾ ആള് സാഷ്ടാംഗം ചോദിച്ചു, യു ആർ മലയാളി? യെസ്. ഓ വാട്ടർ ലിറ്ററേസി, എന്തൊരു സ്ഥലമാണ്, ഭൂമിയിലെ സ്വർഗം, ഗോഡ്സ് ഓൺ കൺട്രി ഒക്കെ പറഞ്ഞ് പുള്ളി ആകെ ബൗൾഡനാണ്. ഞാൻ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു സാറിൻ്റെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു സാറിൻ്റെ എത്രയാണ് ഒരു മാസത്തെ ഇൻകം എന്ന് ചോദിച്ചു. പുള്ളി എന്നോട് പറഞ്ഞെത്രയാണെന്നറിയോ? 2.5 കോടി രൂപ. നമ്മൾ 2.5 കോടി രൂപ എന്തത്? പുള്ളി കൃത്യം പറഞ്ഞ എമൗണ്ടാ, 2.5 കോടി രൂപ എനിക്ക് ഒരു. അപ്പോൾ കഴിഞ്ഞ മാസം സാർ 2.5 കോടി സാറിന് വന്നോ? അപ്പോൾ നമുക്ക് ഒരു ചോദിക്കുമല്ലോ. പുള്ളി പറഞ്ഞു 2,48,00,000 രൂപ എനിക്ക് വരുമാനമായിട്ട് വന്നു, എൻ്റെ ബാങ്ക് കൃത്യമായി 2,48,00,000 രൂപ വന്നു. അപ്പോൾ ഇപ്പം എന്താണ് സാർ എൻ്റെ പാട്ട് എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച പുള്ളി പറഞ്ഞു, നിങ്ങൾ മലയാളീസ് ഇതിനേക്കാളൊക്കെ ഒരു മാസം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, എനിക്ക് 5 കോടി രൂപ ആക്കണം അടുത്ത മാസം, അതിനുള്ള പ്ലാൻ എന്താണ്, അതിനെപ്പറ്റിയാണ് ഞാൻ അന്വേഷിക്കുന്നത്, എനിക്ക് കുറച്ചും കൂടി മെച്ചപ്പെടണം, എൻ്റെ ബെറ്റർമെൻറ്റിലേക്ക് പോകണം. എത്ര മലയാളീസ് ഉണ്ട് ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്? ഇപ്പം ഞാൻ ഈ ക്ലാസ് സെഷൻ എടുക്കുന്നു, എത്രയോ ആൾക്കാർ കാണുന്നു അല്ലേ? ഇവിടെ ഒരു ചാർജും ഇല്ല, ഒരു ഫീസും ഇല്ല, ഒന്നുമില്ല വരുന്നത്. എത്ര പേര് ഈ സമയത്ത് എത്ര പേര് സീരിയൽ ഇരുന്ന് കാണുന്നുണ്ടാവും എന്നറിയോ? എത്ര പേര് ഇവിടെ കിടന്ന് ഇതാക്കുന്നുണ്ടാവും എന്നറിയോ? വരില്ല. അതൊന്നും താല്പര്യമില്ല. കാരണം എന്താ അറിയോ, എത്ര പേര് നമ്മുടെ കേരളത്തിൽ എത്ര പേര് ജോലി ചെയ്ത് പൈസ മേടിക്കുന്നുണ്ട്, കൃത്യമായി പണിയെടുക്കാൻ പോകുന്നവർ. നിങ്ങളതിലിട്ട് പറഞ്ഞു, നിങ്ങളല്ല, നിങ്ങളൊക്കെ പണിയെടുക്കുന്നതാണ്. എത്ര പേരുണ്ട് പുറത്ത് പോയി ഇവിടെ വന്ന് ഗൾഫിലേക്ക് വന്ന ചത്ത പണിയെടുക്കും. നമ്മുടെ നാട്ടിൽ ഒരുത്തൻ എടുക്കും പണി. വിളിച്ചു കഴിഞ്ഞാൽ രാവിലെ വരും, കുറേ നേരം മൊബൈലും, പണ്ടൊക്കെ സിഗരറ്റും ബീഡിയും അതൊക്കെ ആയിരുന്നു. ഇപ്പം അതൊന്നുമില്ല. അത് കുറച്ച് നിർത്തിക്കൊണ്ട് കുറച്ച് നേരം മൊബൈലിരിക്കും. പിന്നെ 10 കോള് വരുവാന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിലെ പണിക്ക് ഒരുത്തന്നെ വിളിച്ചപ്പോൾ 1000 രൂപയാണ് കൂലി വീട്ടിലെ പണിക്കാം. ഞാൻ നോക്കുമ്പോഴേക്കും അവൻ മൊബൈലിലാണ്. അവസാനം വൈകിട്ട് പോകുമ്പോൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പണിയെടുത്താൽ സാർ ഇങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുള്ളൂ. എന്താ ചെയ്യുക? ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിലേക്കല്ല ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മലയാളീസിന് പ്രത്യേകത. ഇപ്പം നോക്കൂ, ഞാനിപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളോട്. നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്, 1 2 3 4 5 പേര് മാത്രമാണ് കമൻറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ ഒന്നിക്കൽ ബാക്കിയുള്ള ആൾക്കാർക്ക് പറയാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല.
നിങ്ങൾ മണിയെപ്പറ്റി ആലോചിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മണി എത്രയാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടുന്ന് കിട്ടുക? സൈക്കോളജി എന്താ കിട്ടുക? ഒന്നും കിട്ടില്ലല്ലേ. നമുക്ക് സേവ് ചെയ്യണം. സോ വി നീഡ് എ ഇൻകം. എന്തുകൊണ്ട് നമുക്ക് ഇൻകം ഇല്ല? അതൊന്ന് സ്വയം ചോദിച്ചു നോക്കണം. മറ്റൊരാൾക്ക് കൊണ്ട് തരാൻ പറ്റുമോ ഇൻകം? എന്തുകൊണ്ട് എനിക്ക് ഇൻകം ഇല്ല? നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര നൂറുകണക്കിന് സാധ്യതകളുള്ള ഇന്നത്തെ ലോകത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ there is a mindset problem. മറ്റൊന്നുമല്ല, ഒരു പ്രോബ്ലവുമല്ല. ഗവൺമെന്റ് ജോലി കിട്ടിയാൽ മാത്രമേ ശമ്പളം ഉണ്ടാക്കൂ ഇന്നത്തെ കോൺസെപ്റ്റ് ഒന്നുമില്ല. അതൊക്കെ പോയി. പൈസ വീട്ടിലിരുന്നാലും ഉണ്ടാക്കാം. പൈസ കളയാതെ 10 പൈസ ചെലവാക്കാതെ നമ്മൾ പണിയെടുത്താൽ പൈസ നമുക്ക് വീട്ടിലിരുന്നുണ്ടാക്കാം. ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പൈസ ഒന്നും തരണ്ട, ഞാൻ നിങ്ങളോട് പൈസയും മേടിക്കില്ല. ഇന്നത്തെ പറഞ്ഞു തരാനുള്ള ഐഡിയ വർക്ക് നിങ്ങൾ ചെയ്തോണം. ഇന്ന് അങ്ങനെ ആരെങ്കിലും ഒരു ഐഡിയയും കിട്ടുന്നില്ല സാറേ പൈസ ഉണ്ടാക്കാൻ, പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ് എങ്കിൽ ഐഡിയ പറഞ്ഞുതരാം. പണിയെടുക്കാൻ ഞാൻ തയ്യാറല്ല, പൈസ എനിക്ക് വേണമെങ്കിൽ ഒരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ദൈവം തമ്പുരാന് പോലും പറ്റില്ല. ഈ മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് മാറ്റുക. അതാണ് പറയാനുള്ളത്. കാരണം ഈ മൈൻഡ് സെറ്റ് മാത്രമാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ സിമ്പിളായിട്ട് ചോദിച്ച ചോദ്യമാണ് എത്ര നിങ്ങളുടെ ഇൻകം എന്ന് ചോദിച്ചാൽ, ഇൻകം ഇല്ലാത്ത ഒരുത്തനും ഈ ലോകത്ത് ജീവിക്കില്ല. ഉണ്ടോ? ഇൻകം ഇല്ലാതെ ഒരാളെങ്കിലും ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ പരിപാടി നിർത്താം. അപ്പോൾ ചില പറയും ഞാൻ വീട്ടമ്മയാണ്, എനിക്കെന്താ ഇൻകം? നിങ്ങൾക്കും ഇൻകം ഉണ്ട്. നിങ്ങൾക്ക് ഇൻകം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ പരിപാടികൾ നടക്കുന്നത്? എന്തുകൊണ്ട് വീട്ടമ്മ ഇപ്പൊ അതുകൊണ്ട് എൻ്റെ വൈഫ് ഇവിടെ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് എനിക്ക് റിമൈൻഡർ ആയിക്കോട്ടോ. അവർക്ക് സ്വന്തമായിട്ട് ജോലി ശമ്പളം കൂലി ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അയക്കും. സുപ്രീം കോടതിയിൽ ഇതേ വിധി വന്നിരിക്കുന്നു, ഭാര്യയ്ക്ക് ശമ്പളം കൊടുക്കണം അല്ലേ? അഡ്വക്കേറ്റ് ഉണ്ടല്ലോ ഇവിടെ, ഇല്ല ശ്രീജ? ഇപ്പൊ പുതിയ വിധിയൊക്കെ വന്നില്ലേ, ഭാര്യക്ക് ശമ്പളം കൊടുക്കണം അല്ലേ? അങ്ങനെ നിയമം വന്നല്ലോ അല്ലേ? അപ്പോ നോക്കൂ, ഇത് ഒരു റിമൈൻഡറാണ്. നമ്മൾക്ക് ഭർത്താക്കന്മാരിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഭർത്താക്കന്മാരെ ഇവിടെ ഉള്ളവരോടും പറയാം, ഭാര്യയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെവിടെയും പോവില്ല. പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കണം. അവരത്രയും വർക്ക് ചെയ്യുന്നുണ്ട്, അതൊരു ഇൻകം തന്നെയാണ്. അല്ല, അത് കിട്ടിയില്ലെങ്കിലും ഭർത്താവിന്റെ പോക്കറ്റിൽ പോയി കാശ് എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടാവുകയും ചെയ്യണം ഭാര്യയ്ക്ക്. അപ്പൊ കഴിവും ഭാര്യയ്ക്ക് വേണം. എന്നുവെച്ചാൽ മോഷ്ടിക്കാനല്ല പറഞ്ഞത്, സന്തോഷത്തോടെ എടുക്കുന്ന പൈസ നിങ്ങളുടെ ഇൻകമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒറ്റ പൈസ ഇല്ലാതിരിക്കുന്ന വീട്ടമ്മമാർ ആരും ഉണ്ടാവില്ല, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. നിങ്ങളത് ശ്രദ്ധിക്കാത്തതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റിന്റെ വിഷയം. ആ മൈൻഡ് സെറ്റ് മാറ്റാത്തിടത്തോളം കാലം മറ്റേത് പഠിപ്പിച്ചു തന്നിട്ടും കാര്യമില്ല. അപ്പോൾ പറഞ്ഞ എത്രയാണ്, ഡൂയിങ് വെൽ വിത്ത് മണി ഈസ് ഇറ്റ് നെസസറി? മണി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് നിങ്ങൾക്ക് വിഷയമേ അല്ല. ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് ഹൗ വി ഹാവ് എൻ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബിഹേവിയർ വിത്ത് മണി. മണിയുമായിട്ടുള്ള നിങ്ങളുടെ ബിഹേവിയർ എന്താണ് എന്നതാണ് വിഷയം. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ് ആറ്റിറ്റ്യൂഡിനെ പറ്റി, ബിഹേവിയറിനെ പറ്റി. ആ ബിഹേവിയർ ആണ് മാറ്റേണ്ടത്. ബിഹേവിയർ ക്യാൻ ചേഞ്ച് വിത്ത്. എങ്ങനെയാണ് ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുക? ആർക്കാണ് ഒരാളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുക? ഓൺലി വിത്ത് ദോസ് പേഴ്സൺസ് ക്യാൻ ചേഞ്ച് ദ ബിഹേവിയർ. നോബഡി എൽസ് ക്യാൻ ചേഞ്ച് ദ ബിഹേവിയർ. നിങ്ങളുടെ ബിഹേവിയർ മാറ്റണമെങ്കിൽ നിങ്ങൾ മാത്രം വിചാരിക്കണം, ഞാൻ തന്നെ വിചാരിക്കണം എൻ്റെ ബിഹേവിയർ മാറ്റണമെങ്കിൽ. പക്ഷേ എന്നെപ്പോലുള്ള ആൾക്ക് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മെന്റേഴ്സിന് അല്ലെങ്കിൽ കോച്ചുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ ടച്ച് ചെയ്ത് പറയാൻ പറ്റും, നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും, ഇതാണ് നിങ്ങളുടെ ബിഹേവിയർ മാറ്റേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും, ഇതാണ് ബിഹേവിയർ ചേഞ്ചസ് വരുത്തേണ്ടത്. അതിനനുസരിച്ച് പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ. ഞാൻ ക്ലാസ്സിൽ വരുന്ന എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ചു തരും. കാരണം ഞാൻ പഠിക്കുന്നത് ഈ പറഞ്ഞ കുറേ സാധനങ്ങൾ ഞാൻ പഠിച്ചത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ഇത്രയൊക്കെയല്ല എൻ്റെ പുസ്തകം കാണുന്നത്, ഇനിയുണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട് കേട്ടോ, ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഞാൻ ബുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത്രയും കാര്യങ്ങളും എല്ലാ ദിവസവും ഇന്റർനെറ്റിലും പരന്ന വായനയൊക്കെ ചെയ്ത് ഞാൻ ഉണ്ടാക്കി വെച്ച് മനസ്സിലാക്കി വെച്ച് അനലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വെച്ച സാധനങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇതിന്റെ വരും വരായികളെ പറ്റി പറഞ്ഞു തരാൻ പറ്റും. ഇതിന്റെ റൈറ്റ്സും റോങ്ങിനെ പറ്റി പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ മൈൻഡ് സെറ്റ് ചേഞ്ചിങ് ഈസ് ഓൺലി യുവർ വർക്ക്. അത് നിങ്ങൾ എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ആക്റ്റീവായി നമ്മൾക്ക് സെഷൻ ഇത് വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. നമ്മളിതിന് കുറേ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യാനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് എങ്കിൽ, ഇപ്പം നേരത്തെ ഒരു സഹോദരി പറഞ്ഞ പോലെ സേവിങ് പറ്റുന്നില്ല, ഇറ്റ്സ് എ മൈൻഡ് സെറ്റാണ്. പറ്റാത്തവരാരും ഉണ്ടാവില്ല, പറ്റും.
അതൊരു മൈൻഡ് സെറ്റ്. എൻ്റെ ക്ലാസ്സിൽ വരുന്ന എൻ്റെ ഏറ്റവും നല്ല ഫേവറേറ്റ് ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഷഹീനയുടെ എപ്പോഴുള്ള പ്രശ്നം മണി ഫിയർ ആണ്. പൈസ വരും, അതേ സമയത്ത് പോകും, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കടം മേടിക്കും, പിന്നെയും പരിപാടി തീർക്കും, വീണ്ടും പൈസ വരും, അങ്ങനെ അങ്ങ് പോകും. ഇത് വലിയൊരു മൈൻഡ് സെറ്റിന്റെ വിഷയമാണ്. ആ മൈൻഡ് സെറ്റിൽ അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അൺലെസ് അവർ ആ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ, അകത്ത് നിന്നും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാത്തിടത്തോളം കാലം അവരെന്നും കടത്തിൽ തന്നെ പോകുള്ളൂ. കടം മേടിച്ച ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കൂട്ടത്തിൽ ഇത്ര ആരെങ്കിലും ഉണ്ടെങ്കിൽ, കടം മേടിച്ച ആൾക്കാരെ ആലോചിക്കുക, അവർക്ക് ആ കടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കേയില്ല. കാരണം അവർ ഓരോ നിമിഷം ആലോചിക്കും, എങ്ങനെയാണ് ഈ കടം വിൽക്കുക, ഈ കടം എങ്ങനെ വീട്ടും, ഈ കടം എങ്ങനെ വീട്ടും. ഇതാണ് അവരുടെ ചിന്തകൾ. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ആലോചിക്കുന്ന എന്താണ്? ഈ കടം എങ്ങനെ വീട്ടും, കടം എങ്ങനെ വീട്ടും. അപ്പോൾ സംഭവിക്കുന്നത് വീണ്ടും കടം, 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 കടം. ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ വരുന്ന എല്ലാവരോടും ആദ്യം തന്നെ എൻ്റെ മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിന് വരുന്ന മണിയെ പറ്റി ക്ലാസ്സിന് പഠിപ്പിക്കുന്ന ഏകമായ ഫസ്റ്റ് കാര്യം, ആദ്യം നമ്മുടെ കടങ്ങളെല്ലാം ഒഴിവാക്കുക. കടം എന്ന സാധനം നമുക്ക് ഉണ്ടാകും, എങ്കിൽ മാത്രമാണ് നമുക്ക് സമ്പാദ്യത്തിലേക്ക് പോകാൻ പറ്റും. അതെങ്ങനെ പറ്റും? only replacing some words. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കടങ്ങൾ തീർക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. നമ്മൾ പ്രിപ്പയർ ആയാൽ മാത്രം മതി. ഒരു കടവും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഒരു കടം അത് ധനമായി മാറുന്നത് കാണാം. കടം അവിടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്. അയാളുടെ പൈസ എൻ്റെ കയ്യിൽ സേവിങ്സ് വെച്ചിരിക്കുകയാണെന്ന് തോന്നലിലേക്ക് മാറ്റണം പണത്തെ. കടം മേടിച്ചിട്ടുണ്ട്, ഞാൻ കടം മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരാളിൽ നിന്നും XYZ ആളിൽ നിന്നും കടം മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫീലിങ്സ്, ഞാൻ അയാളുടെ കടക്കാരനാണ്. ആക്ച്വലി അയാളുടെ പൈസ എൻ്റെ കയ്യിൽ സേവിങ്സ് ആണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഞാൻ എളുപ്പത്തിൽ പറയാം. നമ്മുടെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്. നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്ന അത് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെ? ബാങ്ക് ആ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ ബാങ്കുകാരൻ ശരിക്കും കടം മേടിച്ച ആളാണോ അല്ല സേവ് ചെയ്ത ആളാണോ? കടം വാങ്ങിയാണ് അല്ലേ? ബാങ്കുകാരൻ കടം വാങ്ങിച്ച ആളല്ലേ? നമ്മളുടെ അടുത്ത് കടം മേടിച്ച ആളല്ലേ അയാള്? പക്ഷെ നമ്മുടെ തോട്ടം എന്താണ്? സേവ് ചെയ്ത ആളല്ലേ? നമ്മൾ സേവ് ചെയ്ത ആളല്ലേ? നമ്മൾ സേവ് ചെയ്ത ആളല്ലേ? ആക്ച്വലി അങ്ങനെയാണോ? അപ്പൊ അതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരാളുടെ അടുത്ത് കടം മേടിച്ചു, നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഈ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ XYZ വീട് വാങ്ങിച്ചു. അയാൾ തന്ന പൈസ ഇവിടെ സേവിങ്സ് ആയിട്ട് കിടക്കില്ലേ? അപ്പോൾ അയാളുടെ പൈസ നിങ്ങൾ സേവ് ചെയ്ത ഒരാളല്ലേ? നിങ്ങളൊരു മിഡിൽ ബാങ്കർ മാത്രമല്ലേ? കടമില്ല ഒരാളല്ലല്ലോ. അതും വിടരുത്. മറ്റൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഹോസ്പിറ്റലായപ്പോൾ ബില്ല് കൊടുക്കാനായിട്ട് നിങ്ങളിൽ പൈസ ഇല്ലാത്ത ഒരാൾ നിങ്ങൾക്ക് പൈസ കൊണ്ട് തന്നു. നിങ്ങൾ ചോദിച്ചിട്ട് തന്നേ. ബാങ്കർ ഇപ്പൊ നമ്മൾ ചോദിക്കുന്നില്ലേ? ബാങ്കർ സ്ഥിരം വിളിയല്ലേ അല്ലേ? ഡെപ്പോസിറ്റ് ബാങ്കർ സ്ഥിരം വിളിയാണ്. അതേപോലെ നമ്മൾ ഒരാളെ വിളിച്ചു, നിങ്ങൾ കുറച്ച് പൈസ എൻ്റെ അസുഖത്തിന് ഡെപ്പോസിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അയാൾ പൈസ കൊണ്ട് തന്നു, നമ്മുടെ അസുഖം മാറി. ആക്ച്വലി അയാൾ സേവ് ചെയ്തതല്ലേ നമ്മുടെ അടുത്ത്? നമ്മളെ അസുഖം മാറിയതുകൊണ്ട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് എവിടെയാണ്? എൻ്റെ ആരോഗ്യത്തിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്തു. അതിന്റെ പലിശയും കൂട്ടുപലിശയും കൂടി തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം അല്ലേ? അത് കൊടുക്കൂലേ? പലിശ നമ്മൾ കൊടുക്കും, മുതൽ നമ്മൾ കൊടുക്കും. ഇങ്ങനെയല്ലേ ബാങ്ക് ചെയ്യുന്നത്? സെയിം മെന്റാലിറ്റിയിലേക്ക് എന്തുകൊണ്ട് സാധാരണക്കാരന് മാറാൻ പറ്റുന്നില്ല? ഇതാണ് മണി മൈൻഡ് സെറ്റിന്റെ പ്രധാനമായ പ്രത്യേകത. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥകളെല്ലാം മാറും. അപ്പോൾ കടക്കാരൻ എന്നതിന് പകരം നമ്മളൊരു ബാങ്കറായി മാറും. ബാങ്കറായി മാറിക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? പിന്നെ എല്ലാവരും നമ്മുടെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരും അല്ലെ? ബാങ്കിൽ എല്ലാവരും ഡെപ്പോസിറ്റ് ചെയ്യാൻ വരും. സുരക്ഷിതമാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഈ ബിസിനസ്സുകൾ വളർന്നതെന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാവോ? ഇപ്പൊ നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകളുണ്ട്. ഏറ്റവും ഉദാഹരണമായിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് സഹകരണ ബാങ്ക്. എങ്ങനെയാണ് സഹകരണ ബാങ്ക് വർക്ക് ചെയ്യുന്നത്? സഹകരണ ബാങ്കിൽ 100 പേരുടെ കാശാണ്. എന്നിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന ഇൻകം വീണ്ടും നമുക്ക് തരുന്നു. അപ്പൊ എന്തുകൊണ്ട് നമുക്കൊരു സഹകരണ ബാങ്ക് ആയിക്കൂടാ? നമുക്കത് വ്യക്തിയല്ലേ? സഹകരണ ബാങ്ക് എന്നുള്ള വ്യക്തികൾ കൂടി ചേർന്നിട്ടല്ലേ ഇത് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതേപോലെ നമുക്കാവുമല്ലോ. നമ്മളിപ്പോൾ ഒരാളത് കാശ് തരുന്നു, നമ്മളത് കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നു, മോശം കളയാതെ തിരിച്ചു കൊടുക്കുന്നു, അപ്പൊ വീണ്ടും ആൾക്കാർ തരുന്നു, വീണ്ടും അങ്ങനെയല്ലേ ബിസിനസ്സുകളൊക്കെ വളരുന്നത്. ഇപ്പൊ യൂസഫ് സാറിന് ഞങ്ങളിവിടെ സ്ഥിരം കാണുന്ന എക്സാമ്പിൾ. യൂസഫ് സാർ നമ്മൾ പറയാറുണ്ട്,
എത്രയായിരം ആൾക്കാരാണ് യൂസഫ് അലി സാറിൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പുറത്തറിയാതെ കണ്ട്. എന്തുകൊണ്ടാ? ധൈര്യമാണ്. ആ കൊടുത്ത പൈസ എനിക്ക് 10 മടങ്ങായിട്ട് തിരിച്ചു കിട്ടുന്ന ധൈര്യം. ആ ധൈര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ കടക്കാരനല്ലോ, നമ്മൾ തിരിച്ചായില്ല, ഇൻവെസ്റ്റ്, നമ്മളൊരു ബാങ്കറായി മാറിയില്ലേ. ഇത്തരം ഞാൻ പറഞ്ഞു വന്ന ഇത്രയാണ്, ഇത്തരം ചിന്തകളാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. ഇത്തരം ചിന്തകൾ റീപ്ലേസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മണി മെന്റാലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഇന്ന് ഈ വിഷയത്തെ പറ്റി പറയുന്നത് ചിലപ്പോൾ ഒരു 6-10-12 മണിക്കൂർ കണ്ടിന്യൂസ് പറയേണ്ട അത്രയുണ്ട്. അത് എവിടെയും തൊടാൻ പറ്റില്ല. അത്രയും വിശാലമായ ഒരു വിഷയമാണത് മണി സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയാണ്, നമുക്ക് ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നതിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ഈ കാര്യത്തിൽ, നമുക്ക് എന്താണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്, എന്തുകൊണ്ട് മണി എനിക്ക് വരുന്നില്ല എന്നതിനപ്പുറത്തും ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്ര മണിയുണ്ട്, ഹൗ ഐ മേക്ക് മണി. അതിൽ ഐഡിയകൾ കണ്ടുപിടിക്കുക. ഐഡിയകൾ കൊണ്ടുവരുന്ന മണി വരും. മണി വരാനുള്ള ഐഡിയകൾ ഉണ്ടാക്കുക, മണിയെ വെൽക്കം ചെയ്യുക. നമുക്ക് പൊതുവേ നമ്മൾ ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ ചില സാധനങ്ങൾ ആദ്യ കാഴ്ചയിൽ കാണുന്നത് വളരെ മനോഹരമായിരിക്കും. വീണ്ടും വീണ്ടും നോക്കുമ്പോൾ ചിലത് കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനോഹരമായി തോന്നും, മറ്റ് ചിലത് നമുക്ക് മനോഹരമല്ലാതെ മാറും, അല്ലേ? അതായത് ഒന്നും പെർമനന്റ് അല്ല. ഇന്ന് നിങ്ങൾക്കുള്ള കടം നാളെ കടമല്ല. ഇന്ന് നിങ്ങൾക്കുള്ള സമ്പാദ്യം നാളെ നിങ്ങളുടെ സമ്പാദ്യവുമല്ല. ഇത് നിൽക്കില്ല. ഇത് നിൽക്കാൻ ഒരു വഴിയേ ഉള്ളൂ, സ്റ്റേബിൾ ആയിട്ടുള്ള നമ്മുടെ അതിനോടുള്ള വിശ്വാസം മാത്രമാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി എനിക്ക് വാല്യൂ ഉള്ളതാണെന്ന് എത്രത്തോളം ഞാൻ കരുതുന്നു അത്രത്തോളം വാല്യൂ ആണ് എന്ന് ഞാൻ അവരിൽ ഒരു കാര്യത്തിൽ വാല്യൂ അല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അത് വാല്യൂ അല്ല. അതെല്ലാം എൻ്റെ മെന്റാലിറ്റിയാണ്, അല്ല ഫാമിലിയിൽ മാറ്റം ഉണ്ടായിട്ടൊന്നും അല്ല. അപ്പം അതുപോലെ തന്നെയാണ് മണിയുടെ കാര്യം വരുന്നത്. മണിയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഏത് രീതിയിൽ വയ്ക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഒരാൾ പറഞ്ഞു, സാറേ മണിയെ പറ്റി ഇനി പറയാനൊന്നും ആവില്ല, എനിക്ക് 48-50 വയസ്സായി, ഇനി എന്ത് മണി ഉണ്ടാക്കാനാണ് ഞാൻ, ഇനി ഇതൊക്കെ പഠിച്ചിട്ട് എനിക്ക് വല്ല കാര്യമുണ്ടോ, എനിക്ക് മണി ഉണ്ടാക്കാൻ എൻ്റെ കഴിഞ്ഞ ഇനിയിപ്പോൾ ഹാർഡ്ലി 5 വർഷം 10 വർഷം എനിക്ക് ജോലി ചെയ്യാൻ പറ്റും, അത്രയും കൊടുക്കാനുണ്ട്, അത്രയും പ്രാരാബ്ദമുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്കറിയോ ഞാൻ അയാളോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഈ തോട്ട്സ് ഒക്കെ എൻ്റെതും ആയിരുന്നു കേട്ടോ. ഞാനും വിചാരിച്ചോ 19 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർഡ് ആവണം, മിണ്ടാതെ ഒരു സ്ഥലത്തിരിക്കണം, ഒരു ഫിക്സഡ് എമൗണ്ട് കയ്യിൽ വേണം, മിണ്ടാതെ അതിൻ്റെ ഇൻട്രസ്റ്റ് മേടിച്ച് ജീവിക്കണം. ഞാനൊന്ന് ഫുള്ളായിട്ട് ആ കോൺസെപ്റ്റ് തിരുത്തി എന്ന് വെച്ചാൽ ഞാൻ തിരുത്തിയത് ഇത്രയാണ്: മരിക്കുന്ന അന്ന് വരെ ജോലി ചെയ്യണം, ജോലി ചെയ്തുകൊണ്ട് മരിക്കണം, അന്ന് വരെ ഏൺ ചെയ്യണം, അന്ന് വരെ സ്പെൻഡ് ചെയ്യണം. അതല്ലാതെ റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ നിഘണ്ടുവിലില്ല. ഞാൻ എടുത്തു കളഞ്ഞു, ആ സ്ഥാനത്ത് പറിച്ചെറിഞ്ഞു കളഞ്ഞു. എന്താണെന്നറിയോ, റിട്ടയർമെന്റ് ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് തിങ്സ് ആണ്. നമ്മളെ കൊല്ലുന്ന ഏറ്റവും വലിയ സെൽഫായിട്ടുള്ള പോയിസണിങ് ആണ് റിട്ടയർമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിലൊരു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നമ്മുടെ ക്ലാസ്സിൽ ഒരു ആളുണ്ട്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. പുള്ളി റിട്ടയർമെൻറ്റിനായി ഇനി 1 വർഷം കൂടിയേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞെന്താ അറിയോ എന്നോട് പറഞ്ഞത്, സാറേ 1 വർഷം കൂടിയ സർവീസിലുള്ളൂ, എന്നിട്ട് വേണം എനിക്കെന്ന് ശരിക്കും ജോലി ചെയ്ത് ജീവിക്കാൻ. എന്ന് വെച്ചാൽ ഇപ്പം ജോലി ചെയ്യുന്നില്ലെന്നല്ല, എന്നും ആക്റ്റീവായി നിൽക്കാനും അതിലൂടെ ഇൻകം ഉണ്ടാക്കാനും അതിന് ആക്റ്റീവായി നിൽക്കാൻ ഈ ഓഫീസ് ജോലി കഴിഞ്ഞ് എനിക്ക് ഫ്രീഡം ഓഫ് ടൈം കിട്ടും. ഇതാണ് ശരിക്കും ആലോചിക്കുക. എത്ര പേര് റിട്ടയർമെന്റിനെ പറ്റി ആലോചിക്കുന്നുണ്ട്? എല്ലാം കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ ഒരിക്കലും പാടില്ല. പെട്ടെന്ന് നമ്മൾ മരിച്ചു കൂട്ടോ. അതുകൊണ്ട് ഒരാളും ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എത്രയാൾ എന്നെ കേൾക്കുന്നവർ, ഞാനീ പറഞ്ഞത് കുറേ മുമ്പത്തെ എൻ്റെ തോട്ട്സിനെ ഇപ്പം ഞാൻ പറയണു, നിങ്ങൾ ഒരിക്കലും റിട്ടയർമെന്റ് എന്ന് പറയുന്ന വ്യക്തി മരണത്തിന്റെ ദിവസം വരെ വർക്ക് ചെയ്യും. നേരത്തെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഒരാളുടെ വീഡിയോ പ്ലേ ചെയ്തിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ കുഞ്ഞികൃഷ്ണൻ സാർ എന്ന് പറയുന്ന ആള് നമ്മുടെ കണ്ണൂരുകാരനാണ്. 78ാമത്തെ വയസ്സിലാണ് എൻ്റെ ക്ലാസ്സിൽ വന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു 55-56 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പുള്ളി ഓരോ ദിവസവും പഠിക്കുകയാണ്. എന്നിട്ട് പുള്ളി പറയുന്നത് വെച്ചാൽ, ഞാൻ സാറ് പറഞ്ഞ പ്രാർത്ഥന പോലും മാറ്റിയ ഒരു സംഭവം. ബാക്കി പുള്ളി പറഞ്ഞു, എനിക്ക് വലിയ രാഷ്ട്രീയക്കാരൻ വലിയ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളാണ്, ചെറുത് മനുഷ്യൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്രയും ആക്റ്റീവായിരിക്കണം, ആ ആരോഗ്യം നമുക്ക് കിട്ടണം.
ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ മെൻറ്റാലിറ്റി മാറിയാൽ മാത്രമേ സാധ്യൂ. ജേണി ടു ഹാപ്പിനെസ്സിന് മുഴുവൻ പഠിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. നിങ്ങളുടെ മെൻറ്റാലിറ്റി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും, എന്തൊക്കെ കിട്ടുമെന്നും. അപ്പോൾ നേരത്തെ പറഞ്ഞത് 55 വയസ്സ് 60 വയസ്സിന് ശേഷം പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഏറ്റവും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അറിയാമല്ലോ, വാറൻ ബഫറ്റ്സ് എന്ന് പറയുന്ന വ്യക്തി. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ വാറൻ ബഫറ്റ്സ്. $84 ബില്യൺ അയാൾ ആസ്തി. ഇന്നിപ്പോൾ നിങ്ങൾക്ക് 92 ഇപ്പോൾ കുറച്ച് മുമ്പത്താണ് $90 ബില്യൺ മുകളിലാണ് അയാൾ ആസ്തി ഉള്ളത്. അതിൽ 99% എമൗണ്ടും അയാൾ ഉണ്ടാക്കിയത് 65 വയസ്സിന് ശേഷമാണ്. ഒരു കഥ. KFC നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ, അയാളെ കഥ കേട്ടിട്ടുണ്ടാവും. 60 വയസ്സിലാണ് കാശുണ്ടാക്കാൻ തുടങ്ങിയത്. അതുവരെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കില്ല. അപ്പം അങ്ങനെ 100 കഥകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റോ എല്ലാ കാര്യങ്ങളും തെറ്റോ ആവില്ല. ഇതിനൊക്കെ അപ്പുറത്ത് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് വരും. ലോട്ടറി അടിച്ചവർ മുഴുവൻ പൈസക്കാരനാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ഇപ്പോൾ ചോദിച്ച കാര്യമാണ്, പൈസക്കാരനാവും. അവൻ നല്ല മെൻറ്റാലിറ്റി ഉള്ളവരാണെങ്കിൽ എന്നും പൈസക്കാരനായി നിൽക്കും. മോശം മെൻറ്റാലിറ്റിയിലാണെങ്കിൽ പെട്ടെന്ന് പോവുകയും ചെയ്യും, അല്ലേ? അപ്പം അത് നമ്മളുടെ മെൻറ്റാലിറ്റി എങ്ങനെയാണ്, ആ പൈസ എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നതിന് അനുസരിച്ചിരിക്കും. ഇതിനകത്ത് ഒരു നമ്മുടെ സൈക്കോളജി ഓഫ് മണി പുസ്തകത്തിൽ ഹൊസൻ നോഗൽ പറയുന്ന ഒരു കഥയുണ്ട്. ഒരു പെട്രോൾ പമ്പിൽ ജീവിച്ച ഒരാളുടെ കഥയും അതുപോലെ തന്നെ മൾട്ടി ബില്യൺ ആയ ഒരാളുടെ കഥയും പറയുന്നത്. ആ കഥയിലേക്ക് കൂടുതൽ പോകുന്നില്ല ഞാൻ, മെയിൻ കോൺസെപ്റ്റിൽ. പെട്രോൾ പമ്പിൽ ജോലി ചെയ്ത ഒരാൾ, വളരെ ലളിതമായ ജീവിതമായിരുന്നു അയാൾ, വളരെ ലളിതമായ ജീവിതം, പറ്റുന്നത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷെ അയാൾ മരിച്ച സമയത്ത് ഞെട്ടിക്കുന്നൊരു വാർത്ത വന്നു. അയാളുടെ ടോട്ടൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് അന്നത്തെ കണക്കിന് ഒരു 52 വർഷം 55 വർഷം മുമ്പത്തെ കാര്യമാണ്. അന്നത്തെ അയാളുടെ പേഴ്സണൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് $81.8 ബില്യൺ ആയിരുന്നു. അയാൾ ജീവിച്ചത് വെറും സാധാരണക്കാരനായിട്ട് ഒരു സുഖ സൗകര്യമില്ലാതെ ജീവിച്ചു. പക്ഷെ അയാളെല്ലാ പൈസയും സേവ് ചെയ്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ഷെയർ മാർക്കറ്റിലിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അയാൾ ആ പൈസ വന്ന്, എന്നിട്ട് ആ പൈസ മുഴുവൻ അയാളെ ഓരോ ഇഷ്ടദാനം എഴുതി വെച്ചു, അനാഥാലയങ്ങൾക്കും ആശുപത്രികൾക്കും സ്കൂളുകൾക്കും ഒക്കെ. അപ്പോൾ അയാൾ ആ പൈസ മുഴുവൻ അനാഥാലയങ്ങൾക്കും ആശുപത്രികൾക്കും പിന്നെ സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും സംഭാവന ചെയ്ത് അവരെല്ലാം നല്ല സന്തോഷത്തിലായി. ഡു യു തിങ്ക് ഇതൊരു നല്ല ആറ്റിറ്റ്യൂഡാണോ? എത്ര പേർക്ക് പറയാൻ പറ്റും അതൊരു നല്ല ആറ്റിറ്റ്യൂഡാണ്, അയാൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന്? കമന്റ് ചെയ്തോളൂ. എത്ര പേർക്ക് പറയാൻ പറ്റും അതൊരു? കമന്റ് ചെയ്താൽ മതി, അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണ്ട. അതൊരു ഗുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു എസ് പറഞ്ഞു, അതൊരു അല്ല എന്ന് പറയുന്നത് നോ എന്ന് പറഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളവർ കുറേ പേരുണ്ടല്ലോ അപ്രീഷിയേറ്റ് ചെയ്യും. രഞ്ജിത്ത് സാർ, ദാറ്റ് ഈസ് വെരി ഗുഡ്. യെസ്, ഓക്കെ, അതൊരു നല്ല കാര്യമല്ല. ഓക്കെ സാർ, താങ്ക് യു. ഇനിയും പറയാ കഴിഞ്ഞോ? ഞാൻ മറ്റൊരു കഥ കൂടി പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളി 28ാമത്തെ വയസ്സാകുമ്പോഴേക്കും നല്ല ടെക്നീഷ്യനാണ്, നല്ല മൈൻഡുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ആളാണ്. 28 വയസ്സ് വരുമ്പോഴേക്കും 6 കാര്യങ്ങൾക്ക് പേറ്റന്റ് നേടുകയും മില്യൺസ് സ്വന്തമായി പൈസ ഉണ്ടാക്കുകയും ചെയ്തു. മില്യൺസ് പൈസ സ്വന്തമായി ഉണ്ടാക്കുകയും ചെയ്തു. അയാൾ ഹോട്ടലിലൊക്കെ താമസിക്കും, ഭയങ്കര ലക്ഷറി ലൈഫാണ്. ഒരു ദിവസം അയാള് കുറേ പൈസ എടുത്തിട്ട് ഹോട്ടലിലെ ബോയിയോട് പറഞ്ഞു, ഈ പൈസ കൊണ്ടുപോയിട്ട് കുറച്ച് സ്വർണ്ണ നാണയം മേടിച്ചു കൊണ്ടുവരാം. അങ്ങനെ സ്വർണ്ണ നാണയം മേടിച്ചു കോയിൻസ് കൊണ്ട് മേടിച്ചു വന്നിട്ട് ഇയാൾ തൊട്ടടുത്ത കടലിന്റെ സൈഡിൽ പോയിട്ട് ഈ സ്വർണ്ണ നാണയം ഇങ്ങനെ കടലിലേക്ക് ഉരുട്ടി കളിക്കുകയാണ് ഇവർ 4-5 ഫ്രണ്ട്സ് കൂടിയിട്ട്. ആരുടെ സ്വർണ്ണ നാണയമാണ് ഏറ്റവും സ്പീഡിൽ പോകുന്നത് അവർ വിജയിച്ചു വന്നതിൽ ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ സ്വർണ്ണ നാണയം കുറേ കളിക്കും, കുറേയൊക്കെ പുഴിയിൽ വീണ് പോകും, കുറേ ഇതൊക്കെ പോകും. പക്ഷെ അവരിങ്ങനെ കളിക്കുകയാണ്. ഭയങ്കര എൻജോയ്മെന്റ്, മണി കൊണ്ട് നല്ലൊരു എൻജോയ്മെന്റ് ആണ്. മണിയെ കൊണ്ട് എൻജോയ് ചെയ്യണം അങ്ങനെ കരുതുന്ന ഒരാളാണ്. എന്നിട്ട് അയാൾ തിരിച്ച് ഹോട്ടലിൽ വന്നപ്പോൾ അയാളിങ്ങനെ ഹോട്ടലിൽ നടന്നു പോകുമ്പോൾ അറിയാതെ അയാളെ കൈ തട്ടിയിട്ട് അവിടെ വിലപിടിപ്പുള്ള ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ലൈറ്റ് വീണ് പൊട്ടി.
ഭയങ്കര വിലപിടിപ്പ് ഉള്ള ഇതാണ്. അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും ഹോട്ടലുകാർ പറയും, സാറേ ഇത് ഭയങ്കര വിലപിടിപ്പുള്ള സാധനമാണ്, സാറിൻ്റെ കയ്യിൽ പൊട്ടിയത് കൊണ്ട് ഇതിൻ്റെ കാശ് തരണം. കാരണം ഒബ്വിയസ്ലി കാശുള്ള ഒരാളാണല്ലോ, തരണമെന്ന് പറയും. അത് കേട്ട സമയത്ത് ഇയാൾ വല്ലാണ്ട് പൊട്ടിത്തെറിച്ച് ഇയാൾ ദേഷ്യപ്പെട്ട് മാനേജർ, ഞാൻ ഇത്രയും പണക്കാരനായ ഞാൻ ഇതിന് പൈസ തരണോ, നിന്റെ ഹോട്ടൽ വാങ്ങിക്കാനുള്ള കാശ് എന്തെങ്കിലും ഉണ്ട് ഒക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് അയാളോട് പറഞ്ഞു, നീ ചോദിച്ചുകൊണ്ട് നീ എന്നെ ഇതാക്കി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള മുഴുവൻ നോട്ട് കെട്ട് ഒരു 25 ലക്ഷം രൂപയോളമുള്ള നോട്ട് എടുത്തിട്ട് അവൻ്റെ മാനേജറുടെ മുഖത്തേക്ക് അങ്ങ് എറിഞ്ഞു കൊടുത്തിട്ട്, കൊണ്ടുപോകുന്നതിന്റെ കാശ് എനിക്കിഷ്ടം പോലെ കാശുണ്ട്, പൊട്ടിയൊന്നും എന്നെ കൊണ്ട് വിഷയമേ അല്ല എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും കൂളായിപ്പോയി. അയാൾ വീണ്ടും പൈസക്കാരനായിക്കൊണ്ടേയിരിക്കുന്നു. ഡു യു തിങ്ക് ഇറ്റ്സ് എ കറക്റ്റ് മെത്തേഡ്? പൈസ കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? പൈസക്കാരങ്ങനെ ചെയ്യും എങ്കിൽ അത് ശരിയാണ്? ഓക്കെ, കറക്റ്റ്, ചെയ്യുന്നത് ശരിയാണ്. ഓക്കെ, ഇനി രണ്ടുപേരുടെയും അനുഭവം പറഞ്ഞു. ഒരാൾ മരിച്ചതിന് ശേഷമാണ് പൈസ എന്ന് പറഞ്ഞു. ഇനി ഇയാളുടെ അടുത്ത അവസ്ഥ എന്ത് സംഭവിച്ചു എന്നറിയോ? ഈ മനുഷ്യൻ ഇങ്ങനെ കഴിഞ്ഞ ഒരാളുടെ യഥാർത്ഥ അവസ്ഥ പിന്നെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഒരടുത്ത കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ഇടിവ് സംഭവിക്കുകയും ഇയാൾ മുഴുവൻ പൈസയും ഇല്ലാതെ പാപ്പർ സൂട്ടായി എന്നത് കഥയല്ല, അതുപോലെ അനുഭവമുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. മൾട്ടി ബില്യണറായ ആൾക്കാർ. ഞാൻ എപ്പോഴും റെഫറൻസ് എടുക്കുന്നത് വിജയ് മല്യയാണ്. വിജയ് മല്യ ഇതുപോലെ ദൂർത്ത് ജീവിതം ചെയ്യിച്ച ആൾ ഇപ്പോൾ ഒന്നുമില്ലാതെ അല്ല, ഇപ്പോൾ വിജയ് മല്യ വേറെ രീതി, അയാൾ മറ്റൊരു രീതിയിൽ സെറ്റപ്പ്, എന്തായാലും വേറൊരു അതൊരു കഥ. പക്ഷെ അയാൾ ഇല്ലാതായിപ്പോയി, ആ ഇതിനകത്ത് ഇല്ലാതെ പോയി. നോക്കൂ, ഇവിടെ രണ്ട് കാര്യത്തിൽ ഒരാൾ പറഞ്ഞ അഭിപ്രായത്തെ മാത്രം ഞാനിവിടെ എടുക്കാം കേട്ടോ. മറ്റുള്ള എല്ലാവരും പറഞ്ഞത് നോ എന്ന് തന്നെയാണ്. രണ്ട് കേസും നോ തന്നെയാണ് അധികം ആൾക്കാരും പറഞ്ഞത്. പക്ഷെ ഒരാൾ പറഞ്ഞു, ആദ്യത്തത് അപ്രിഷ്യേറ്റ് ചെയ്തു, രണ്ടാമത്തത് നെവർ എന്നും പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ കാര്യത്തിൽ അജിത് സാറിനോടാണ് ഈ പറയുന്ന കാര്യം. രണ്ടാമത് പറഞ്ഞതും ആദ്യം തമ്മിലുള്ള വ്യത്യാസം അജിത് സാറ് ചിന്തിച്ചത് എവിടെയാന്ന് വെച്ചാൽ, സാറിന്റെ കോൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും ആർമാദിക്കാൻ പാടില്ല, നമ്മൾ ലളിത ജീവിതം ജീവിക്കണമെന്നാണ് സാറിന്റെ കോൺസെപ്റ്റ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സാർ ആദ്യത്തെ അപ്രീഷിയേറ്റ് ചെയ്തത്, രണ്ടാമത്തത് നെവർ എന്ന് പറഞ്ഞത്. സിമ്പിൾ കോൺസെപ്റ്റാണ്. സാധാരണ ഇതിൽ നമ്മുടെ സാധാരണക്കാരന്റെ കോൺസെപ്റ്റാണ് നമ്മൾ ലളിത ജീവിതം ജീവിക്കുക, മറ്റത് ആർഭാട ജീവിതം പാടില്ല എന്ന്. പക്ഷേ ഇവിടെയാണ് നമ്മുടെ മണി മൈൻഡ് സെറ്റിന്റെ പ്രത്യേകത വരുന്നത്. എന്തുകൊണ്ട് മണി മൈൻഡ് സെറ്റ് അങ്ങനെ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണി എന്തിനാണ് നമുക്ക്, വാട്ട് ഈസ് യൂസ് ഓഫ് മണി? ഇന്നലത്തെ ക്ലാസ് അതായിരുന്നു അല്ലേ? പണം നമുക്ക് സന്തോഷം നൽകുമോ? നമ്മളിത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാത്തിനും നമ്മൾ പറഞ്ഞത് യെസ് 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 എന്ന് തന്നെയാണ് അല്ലേ? പക്ഷെ പണമില്ലാതെ നമുക്ക് ജീവിതമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം ആൾ ചെയ്തത് അപ്രിഷ്യേറ്റബിൾ ആണോ? അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു മണി അയാൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തു. നമ്മൾ ഇന്നലെ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചു, പരമ്പരാഗതമായി കിട്ടുന്ന പൈസ നമുക്ക് സന്തോഷം നൽകുമോ? ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും? പരമ്പരാഗതമായി കിട്ടുന്ന പൈസ നമുക്ക് സന്തോഷം നൽകുമോ എന്ന ചോദ്യത്തിൽ നമ്മൾ എല്ലാവരും പറഞ്ഞു ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം പറഞ്ഞത് അല്ലെ? മറ്റൊരാൾ തന്ന പണം കൊണ്ട് നമുക്ക് സന്തോഷം നേടാൻ സാധിക്കില്ല. അത് നമ്മൾ അനലൈസ് ചെയ്തെടുത്തതാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ആൾ ചെയ്ത പൈസ കൊണ്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ ജീവിക്കുന്നവനോ അല്ലെങ്കിൽ ഏതൊരു ആതുരാലയത്തിൽ ജീവിക്കുന്നവനോ കൊണ്ട് സന്തോഷം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല എന്ന് എളുപ്പത്തിൽ പറയാൻ പറ്റും. കാരണം അതാണ് കോൺസെപ്റ്റ്. അവിടെയാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. നമ്മൾ ഉണ്ടാക്കിയ പണത്തിൽ മാത്രമേ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ. അത് മാത്രമേ നമ്മുടേതായി അലൈൻ ചെയ്യുള്ളൂ. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും എനർജിയെ പറ്റി പറയുമ്പോൾ എനർജിയുമായി കണക്ട് ചെയ്ത് തന്നെ പറയാം. നമ്മളൊരു 10 രൂപ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അതിന്റെ പ്രോസസ്സ് ഉണ്ടല്ലോ, 10 രൂപയെ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, വെറുതെ അല്ലല്ലോ. ആ 10 രൂപയെ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന്റെ എനർജി നമ്മളുമായി കണക്ട് ചെയ്യും. ആ കണക്ട് ചെയ്തിട്ട് അതിന് പ്രത്യുപകാരമായി ആ 10 രൂപ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ നിലവിൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത എനർജി ഡബിളായി മാറും. ഇതാണ് പാരിതോഷികം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ പാരിതോഷികം? എന്തിനാണ് പണിക്ക് കൂലി കൊടുക്കുന്നത്? എന്താ പണിക്ക് പകരം നമുക്ക് ചക്ക കൊടുത്താൽ പോരെ, മാങ്ങ കൊടുത്താൽ പോരെ, വിലയില്ലേ? ഇപ്പൊ നിങ്ങൾ പണി കഴിഞ്ഞു, ഉദാഹരണം പറയാം, വീട്ടിലൊരാൾ പണിക്ക് വന്നു, പണിയെല്ലാം കഴിഞ്ഞു, അയാൾക്ക് അന്നത്തെ പണി കൂലി 1000 രൂപയാണെന്ന് കരുതിക്കും. കുറെ ഉദാഹരണത്തിന് നാട്ടിലെ സാധാരണക്കാരൻ്റെ അടുത്ത് സംസാരിക്കാം. 1000 രൂപയാണ്. അവൻ 1000 രൂപ കിട്ടിയിട്ട് നേരെ പോയി 900 രൂപയുടെ കുപ്പി മേടിക്കുന്നവനാണ് 90% ആൾക്കാർ. ഞാൻ അതിലേക്ക് പോലെ പറയുന്ന പോയിന്റ് ഇത് മാത്രം. 900 രൂപയുടെ കുപ്പി മേടിക്കുന്നവനാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, അവൻ പണിയെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ 1000 രൂപയുടെ കുപ്പിയും 100 രൂപ അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ സമ്മതിക്കുമോ?
അവൻ സമ്മതിക്കില്ല. അവൻ പറയാം ഈ ആ 1000 രൂപയുടെ കുപ്പിക്ക് അവൻ വില കാണുകയില്ല അവിടെ. കാരണം അത് അവന് പോയി വാങ്ങിച്ചാൽ മാത്രമേ അവനത് വാല്യൂ ഉള്ളൂ. അവൻ ഇവിടെ ചെയ്ത വർക്കിന് അവന് പണം തന്നെ വേണം. അവൻ പണത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്തത്. ഇതുപോലെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ ആ വർക്ക് ചെയ്യുന്ന മുഴുവൻ സമയവും അവൻ ആലോചിക്കുന്നത് എനിക്കിന്ന് 1000 രൂപ കിട്ടും. ആ 1000 രൂപയായിട്ടാണ് അവൻ എനർജൈസ് ചെയ്യപ്പെടുന്നത്. ആ എനർജി അവന് കിട്ടാത്തടത്തോളം കാലം അവനത് ശരിയാവില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ മെന്റാലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അലൈൻമെന്റ്സ് ആണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരുന്ന കൺക്ലൂഷൻസിൽ ഞാൻ പറഞ്ഞു പോകാം, കൂടുതൽ സമയം എടുക്കുന്നില്ല. നമ്മൾ മണി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ മെന്റാലിറ്റിക്കാണ് പ്രത്യേകത കൊടുക്കേണ്ടത്. അത് എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ നമ്മളിലേക്ക് വരുന്നു, എന്തുകൊണ്ട് വരുന്നു എന്നതൊക്കെ സെക്കൻഡറി മാറ്ററാണ്. അത് നമ്മൾ പഠിക്കണം, നമ്മൾ ചെയ്യണം. പക്ഷെ അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതിനെപ്പറ്റി പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ മണി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എത്ര തിരിച്ചു വരും. ഫൈനൽ കാൽക്കുലേഷൻ നമ്മൾ ഫസ്റ്റ് കാണണം. എത്ര പേരുണ്ട് ഇവിടെ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവർ, അല്ലെങ്കിൽ ചിട്ടികൾ പിടിക്കുന്നവർ, ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, SIP ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇതിൻ്റെ എൻഡ് റിസൾട്ട് എത്രയായിരിക്കും? നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് സെയിൽ ചെയ്യാൻ വന്ന ആൾ പറഞ്ഞ കോൺസെപ്റ്റ് അല്ല ഞാൻ പറയുന്നത്. അത് അവർ വേറെ പറഞ്ഞിട്ടുണ്ടാവും, പലതും ഹൈപ്പോത്തറ്റിക്കലായിട്ട് അതങ്ങനെയാണല്ലോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്നത്തെ ഇന്ത്യൻ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച്, ഇൻഫ്ലേഷൻ റേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ വെക്കുന്ന പൈസയ്ക്ക് എത്ര മണി തിരിച്ചു കിട്ടും? ആ കോൺസെപ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മണിയുമായി നിങ്ങൾ അലൈൻ ചെയ്യുക. അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് അറിയോ? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എക്സ്പെൻസ് ചെയ്യാണ്, സ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ പൈസ ഇങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യാണ്. നിങ്ങളത് എത്ര തിരിച്ചു വരുന്ന ആ മണിയോട് പറയുന്നില്ല. നിങ്ങൾ ഓരോ മാസവും 100 രൂപ കൊണ്ട് ചിട്ടി കിടക്കുമ്പോൾ നിങ്ങൾ ആ 100 രൂപയോട് പറയുന്നില്ല എനിക്ക് വരേണ്ടത് 10,000 രൂപയായിട്ടാണ് ഇത്. നിങ്ങൾ ഒരിക്കലും പറയുന്നില്ല. പിന്നെ ആ മണി എങ്ങനെ 10,000 നിങ്ങളുടെ അടുത്ത് വരും? നമ്മുടെ ക്ലാസ്സിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ, ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ വന്ന ഒരാളുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, സാറിന് മണിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കടം കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സാറേ ആകെയുള്ളത് എൻ്റെ പൈസ മൊത്തം 10 ആൾക്കാരെടുത്താണ്. ഞാൻ ചിട്ടിക്ക് കൂടും, ഞാൻ ചിട്ടി പൈസ അടക്കും, പിന്നെ പറ്റിയ ഞാൻ ആലോചിക്കാറില്ല. എല്ലാ മാസവും ഞാൻ അടക്കും. അവസാനം ചിട്ടി കഴിഞ്ഞിട്ടും 3-4 മാസം കഴിഞ്ഞിട്ടും അവർ പറയും നിൻ്റെ പൈസ ഞാൻ അന്നേ വിളിച്ചെടുത്തോട്ടോ, ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് തരാം, എനിക്ക് ഒറ്റ പൈസ കിട്ടുന്നില്ല എന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തിക്കോ. നീ ഓരോ പ്രാവശ്യം ചിട്ടി കിടക്കുമ്പോൾ അവരോട് പറയാം എനിക്ക് ഇത്ര പൈസ ഇന്ന മാസം കിട്ടണം, ഇതിനാണ് ഞാൻ ഈ പൈസ അടക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് പറ. എത്ര പേർക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം റിലവൻ്റ് ആയി തോന്നി? നിങ്ങൾ എത്ര പേര് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണി എത്രയാണ് നിങ്ങൾക്ക് റിട്ടേൺ വരുന്നതെന്ന്? അവിടെയാണ് മണി മൈൻഡ് സെറ്റ് മാറുന്നത്. ഇത്തരം മൈൻഡ് സെറ്റുകളാണ് ഞാൻ എൻ്റെ വളരെ ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു കോഴ്സിൻ്റെ കാര്യം പറയുകയാണ്. വളരെ ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സാധനം. അത് phase 1, phase 2 ഉണ്ട്. മണി മാനിഫെസ്റ്റേഷൻ അത് വളരെ ലിമിറ്റഡ് ആൾക്കാരെ കൊടുക്കുള്ളൂ. ഇത്തരം മെൻറ്റാലിറ്റി അവിടെ ഉണ്ടാക്കി അവർ വെക്കുന്ന പൈസേനെ എങ്ങനെ മൾട്ടിപ്ലിക്ക് ആക്കാൻ പറ്റും എന്ന് പഠിപ്പിച്ച്, ഞാൻ ഒറ്റ പൈസ തൊടില്ല. നിങ്ങളെ ഒറ്റ പൈസയ്ക്ക് ഞാൻ ഇൻഫ്ലുവൻസും അല്ല. ഞാൻ നിങ്ങൾ എവിടെ കൊടുക്കണമെന്നും ഞാൻ പറയില്ല. നിങ്ങൾ ഏത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ ഏത് ഇൻവെസ്റ്റ് ചെയ്താലും അതിനെ എങ്ങനെ മൾട്ടിപ്ലൈ ആക്കണം എന്ന കാര്യം ഞാൻ പഠിപ്പിക്കും. എന്ന കാര്യം ഞാനും പ്രാക്ടീസ് ചെയ്ത് നിങ്ങളും പഠിപ്പിക്കും. ആ ഒരു കോഴ്സാണ് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിൻ്റെ കോൺസെപ്റ്റ് ഇത്രയാണ്. നിങ്ങളിവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ മണിയുണ്ട്, മണിയോട് പറയുന്നു, നമ്മൾ ചൂണ്ടയിടില്ലേ അതുപോലെ ചൂണ്ടയിടുന്നു, മണിയോട് പറയുന്നു ഇങ്ങോട്ട് വാ, ഇത്ര വരൂ. ഇതാണ് മാനിഫെസ്റ്റേഷൻ കേട്ടോ, അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മൾ മാനിഫെസ്റ്റേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വരുത്തുകയാണ്. 10,000 രൂപ ഇടുന്നു, 1 ലക്ഷം രൂപ വരണം. എപ്പോൾ വരണം? ഇന്ന് 10,000 ഇടുന്നു, നാളെ 1 ലക്ഷം വരുന്ന വെച്ചാൽ മാഞ്ചിയം കച്ചവടമൊന്നും അല്ല കേട്ടോ. അങ്ങനത്തെ കച്ചവടത്തിനൊന്നും ആരും പോയേക്കരുതേ. അല്ലെങ്കിൽ ആരും ഒരുപാട് കച്ചവടം ഇപ്പം എന്താ വേറെ കുറേ സംഭവം ഉണ്ടല്ലോ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ, MME, എന്തത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത് ഇവിടെ ഇടൂ, ലെഫ്റ്റ് സൈഡിലിടൂ, റൈറ്റ് സൈഡിലിടൂ, ബോട്ടമിലിടൂ, ടോപ്പിലിടൂ, അവസാനം എല്ലാം ഇട്ടിട്ട് അവൻ പോകും. ഇതൊന്നും വർക്കബിൾ അല്ല. ഇതൊന്നും പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല. ആരും കാശുണ്ടാക്കിയിട്ടില്ല അതിനകത്ത്. എല്ലാം തെറ്റാണ്. എല്ലാം പറ്റിക്കൽസിന്റെ മറ്റൊരു വിദഗ്ധ അഭിപ്രായമാണ്. ഒന്നിക്കൽ നിങ്ങളെ പറ്റിച്ചില്ലെങ്കിൽ മറ്റൊരാളെ പറ്റിക്കും. ആരെങ്കിലുമൊക്കെ പറ്റിക്കണം. അതിൽ ചിലപ്പോൾ നിങ്ങൾ ഭാഗ്യം കൊണ്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, മറ്റൊരാളെ പറ്റിക്കും. ഞാനതിന് കൃത്യമായി പറയാം. ഈ സാധനം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് 100% അത് തന്നെയാണ്. അല്ലാന്ന് ആര് പറഞ്ഞ് ഞാൻ തെളിവുകളടക്കം പറയാം. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ പൈസക്കാരനായിട്ടുണ്ടാവും. പക്ഷെ ആരെങ്കിലും അതിന് ഇരയായേ പറ്റുള്ളൂ. ഇങ്ങനെ ഇരയാവാതിരിക്കുന്ന സാധനങ്ങളാണ് മറ്റ് സംഭവങ്ങൾ.
അതിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് അതിനെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ മെത്തേഡും പഠിപ്പിക്കുന്ന കോഴ്സാണ്. ലിമിറ്റഡ് ആൾക്കാരെ മാത്രമേ എടുക്കുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ ചാടിക്കയറി ക്ലോസിൽ വന്നാൽ ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാനും നിങ്ങളും തമ്മിൽ ഇരുന്ന് സംസാരിച്ച് നിങ്ങളുടെ മെൻറ്റാലിറ്റി എന്താണ്, നിങ്ങളുടെ മെൻറ്റാലിറ്റി മാറ്റിയാൽ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യം വന്നാൽ നിങ്ങൾ അതിന് ആ കോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമേ ചെയ്യാവൂ. നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന പരിപാടിയാണ്. ഞാൻ വീണ്ടും പറയുന്നു, കോഴ്സിൻ്റെ ഫീസ് അല്ലാതെ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും എന്നുമായിട്ടുണ്ടാവില്ല. ഞാൻ എടുക്കില്ല, ഞാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, സാറേ ഈ കോഴ്സിൽ പഠിക്കുന്ന ഇന്ന ആൾ പറഞ്ഞിട്ട് എന്നോട് ഇന്ന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, സാറ് എസ് പറഞ്ഞാൽ ഞാൻ ചെയ്യാം. ഞാൻ പറയില്ല, ഞാൻ ഇടപെടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മെൻ്റലി നിങ്ങൾ പ്രിപ്പയർ ആവണം. ഞാൻ ഗൈഡൻസ് തരിക മാത്രമേ ചെയ്യുള്ളൂ. ആ കോഴ്സ് ഈ മാസം തുടങ്ങും. ഇത്രയും ഡീപ്പായിട്ട് കാശിനെ അതിനകത്ത് പ്രത്യേകത എത്രയാണ്, അതിൻ്റെ ഒരു ടാർഗറ്റ് ലൈൻ ഉണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. അതിൽ ചേരുന്ന ആൾക്കാരുടെ ടാർഗറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ 2025 ഡിസംബർ 25 1 കോടി രൂപ സ്വന്തമായി സേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളെ മാത്രമേ അതിൽ കയറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇന്ന് വന്നിട്ട് എനിക്ക് 1000 രൂപയാണ് ശമ്പളം, 1000 രൂപയാണ് ഒരു മാസം ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ ക്ലാസ്സിൽ വന്നിട്ട് എൻ്റെ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് കയറണം എന്ന് വെച്ചാൽ സോറി, നിങ്ങൾ വന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേറെ പരിപാടിയുണ്ട്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഉണ്ട്, ജേർണി ടു ഹാപ്പിനെസ് ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന 1000-നെ 10,000 ആക്കാനുള്ള വഴികളുണ്ട്. ആ 10,000 ആക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ വന്നാൽ മാത്രം മതി. ഒറ്റയടിക്ക് വന്നാൽ അവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല. അത്രയും അത് നല്ല വർക്കുള്ള കാര്യമാണ്. പക്ഷെ 1 കോടി രൂപയുടെ ക്ലബിലേക്ക് 10 പേരെ മാത്രമേ എടുക്കുള്ളൂ. ആ 10 പേർക്ക് മാത്രം ആണ് 1 കോടി. നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങൾ സാധാരണ 1 കോടി ഇപ്പോൾ ഒരാൾ എൻ്റെ ജോയിൻ ചെയ്തു, ആൾ പറഞ്ഞത്, ഞാൻ ഈ കാര്യം പറഞ്ഞത്, സാറേ 1 കോടി അല്ല എൻ്റെ ടാർഗറ്റ്, 5 കോടി രൂപ ആക്കാനും ടാർഗറ്റ്. 1 കോടിയൊക്കെ എൻ്റെ ഓൾറെഡി ഉണ്ട്, 5 കോടി ആക്കാനുണ്ട്. പക്ഷെ എൻ്റെ ടാർഗറ്റ് അതിലേക്ക് മുകളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും സിമ്പിളായിട്ട് പറയാം, മിനിമം ക്രൈറ്റീരിയ അതാക്കാൻ കപ്പാസിറ്റിയുള്ള, വർക്ക് ചെയ്യാൻ തയ്യാറുള്ള, പ്രിപ്പയർ ചെയ്യാൻ, രാവിലെ എഴുന്നേക്കാൻ മടിക്കുന്ന ആളെ കിട്ടിയിട്ട് കാര്യമില്ല. എഴുന്നേറ്റ് ഊർജ്ജത്തോടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അതിലേക്ക് എടുക്കുന്നു. വളരെ പവർഫുൾ കോഴ്സാണ്. 6 മാസമാണ് കോഴ്സിൻ്റെ മിനിമം വാലിഡിറ്റി. അത് പെർഫെക്റ്റ് ആയിട്ട് 6 മാസം കൊണ്ട്, എല്ലാ ദിവസവും ക്ലാസ് എന്നല്ല, എല്ലാ ദിവസവും പരിപാടികളുണ്ട്, പ്ലാനിങ്ങുകളുണ്ട്. 1-to-1 സെഷനാണ്, ഗ്രൂപ്പ് സെഷനല്ല. ഓരോ ആൾ ഇൻഡിവിജ്വലാണ് ട്രെയിൻ ചെയ്യുന്നത്. ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഹിന്ദിയിൽ അവിടെ UP-യിലുള്ള 2 പേർക്ക് ഞാൻ തുടങ്ങിയിരിക്കുന്നത് ഇതൊന്നുമല്ല, 10 കോടി രൂപയുടെ ക്ലബിലേക്ക് അവർ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ 10 കോടി ക്ലബിലേക്ക് ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് ആ ക്ലാസ് തുടങ്ങുള്ളൂ. കാരണം 10 കോടി ക്ലബിലേക്ക് ഞാൻ ആദ്യം എത്തണം, എന്നിട്ട് മാത്രമേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് മറ്റൊരു ലെവലിലെ ക്ലാസ്സാണ്. അപ്പോൾ ഇത് പറയാനാണ് നിങ്ങൾക്ക് താല്പര്യം. ഞാൻ കോഴ്സ് വിൽക്കാൻ വേണ്ടി വന്നതല്ല. ഞാനിപ്പോൾ പറഞ്ഞ മെൻറ്റാലിറ്റിയെ പറ്റി പറയുമ്പോൾ പറഞ്ഞാണ്. നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ, നമ്മുടെ വായനാ ലോകം ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ഇതിൽ കാണാം ക്ലാസ്സുകൾ എല്ലാ ദിവസവും പുസ്തകം അതിനകത്തുണ്ട്. ബാരി സാർ വായിക്കുന്നുണ്ട്, നമ്മുടെ മറ്റൊരു ചന്ദ്രലാൽ ജി വായിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ സജിനി ഷൈൻ വായിക്കുന്നുണ്ട്. ഇതൊന്ന് വായിക്കുന്ന വെച്ചാൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇത് കേൾക്കണം. പുസ്തകം എടുത്ത് വായിക്കാൻ പറ്റാത്ത ആൾക്ക് കേൾക്കാനുള്ള ഒരു സന്ദർഭമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരോടുള്ള റിക്വസ്റ്റാണ്, വായന മാത്രമാണ് നമ്മളാക്കി നിർത്താൻ ഉപയോഗിക്കുന്നത്. ഇല്ല എന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നലുണ്ടെങ്കിൽ വളരെ തെറ്റാണ്. വായിച്ചാൽ മാത്രമാണ് വളരുക, വായിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ബാക്കി നിങ്ങൾ ഫിൽ ഇൻ ദ ബാങ്ക്സ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും ഓപ്പണായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങളാണ് പറയുന്നത്. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമേസിങ് ചേഞ്ചസ് വരും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഉണ്ട്. നിങ്ങൾ വലിയ കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, ബ്ലോക്ക് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓൺ ക്ലാസ് ആണ് എപ്പോഴും, എല്ലാ ദിവസവും എൻ്റെ മെൻറ്റർഷിപ്പ് അതിനകത്തുണ്ട്. നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ. പിന്നെ 20-ാം തീയതി നമ്മൾ ജേർണി ടു ഹാപ്പിനെസ്സിൻ്റെ പുതിയ സെഷൻ തുടങ്ങും. അത് അനുഭവിച്ചവർക്ക് അറിയാമല്ലോ ജേർണി ടു ഹാപ്പിനെസ് എങ്ങനെ പോകുന്നു, അല്ലെ? ആരാണല്ലോ ഇവിടെ? ബാരി സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ജേർണി ടു ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു പ്രഷർ എന്താണ്, അതിലെന്താണ് സംഭവിക്കുന്നത്, മിറാക്കിൾസ് എന്ന് ബാരി സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ സബ്ജക്റ്റുമായി സംശയം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചോദിക്കാവുന്നതാണ്. ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു, സമയമായി.